ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ്. ടൈറ്റിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, പഴംപൊരി. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ദോശമാവ് ഇതൊന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു നാടൻ പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2 പഴം പൊരിക്കാനുള്ള മാവാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3/4 ഭാഗം മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ മാത്രം ബാക്കി ഒഴിക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. എള്ളാകുമ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇനി ഇതുപോലെ കട്ട പിടിക്കാത്ത രീതിയിൽ എല്ലാ ഭാഗവും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു 1/2 കപ്പ് വെള്ളത്തിനൊക്കെ കുറച്ചുകൂടെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയിൽ നിന്ന് കുറേശ്ശെ കൂടെ ചേർത്ത് പഴം പൊരിക്കാനുള്ള ബാറ്ററിൻ്റെ ഒരു കട്ടിയാക്കി എടുക്കുക. പഴം പൊരിക്കാനുള്ള മാവ് നന്നായി ലൂസാവാനും നന്നായി കട്ടിയാവാനും പാടില്ല. ഇതിൽ മുക്കി പൊരിക്കുമ്പോൾ അതിൽ മാവ് പിടിക്കണം. ആ ഒരു പരുവത്തിൽ മാവ് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ പഴം പൊരിക്കാനാണെങ്കിൽ ഒന്നെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കുക. തട്ടുകടയിലൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ ദോശമാവ് ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു 5-6 മണിക്കൂർ വെച്ച് പുളിപ്പിച്ച് ഒരു ചെറിയ പുളിയൊക്കെ ആയിട്ടാണ് പഴം പൊരിച്ചെടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെയും തയ്യാറാക്കിയെടുക്കുക. ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നന്നായി ഒന്ന് പൊങ്ങി വരാൻ കുറച്ചുകൂടെ നല്ലത് ഒരു 10-20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എനിക്കിപ്പോൾ ഇവിടെ 3/4 കപ്പ് വെള്ളമാണ് ആവശ്യം വന്നത് 1 കപ്പ് മൈദപ്പൊടിക്ക്. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് എത്ര മൈദപ്പൊടിയാണോ എടുക്കുന്നത് അതിനൊക്കെ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ ബാക്കി ഐറ്റംസ് എല്ലാം ഇട്ടതിന് ശേഷം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആവുകയും ചെയ്യും. കട്ട കെട്ടുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിനു വേണ്ടി അത്യാവശ്യം നന്നായി പഴുത്ത 3 പഴം എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ആദ്യം തൊലി കളഞ്ഞു വെക്കും. എന്നിട്ട് മാവ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം 3ാമത്തെ പഴം എടുക്കുകയുള്ളൂ. നീളം കൂടിയ പഴമാണെങ്കിൽ ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോന്നെടുത്ത് ഒരു 3 അല്ലെങ്കിൽ 4 സ്ലൈസ് ആക്കി എടുക്കുക. പഴം അവിടെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിക്കാനായിട്ട് പാൻ വെക്കുക. പാൻ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്തായാലും കുറച്ച് അധികമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. പഴം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്താലാണ് പഴംപൊരി നന്നായി കിട്ടുള്ളൂ. ഹോട്ടലിലൊക്കെ പഴംപൊരിക്ക് ഇത്രയും നല്ല ഭംഗിയിലും പൊങ്ങി വരാനൊക്കെ കാരണം അതാണ്. അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പരന്ന ഇതുമല്ല, കുറച്ച് കുഴിയായിട്ട് കുറച്ച് അധികം ഓയിലാണ് അവർ പൊരിച്ചെടുക്കുക. ഓയിൽ നന്നായി ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. താഴ്ന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയാണെങ്കിൽ ഇത് കറക്റ്റ് ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്കിനി പഴം പൊരിച്ചെടുക്കാം. ഓരോന്നോരോന്നായിട്ട് മാവിൽ നന്നായി മുക്കിയെടുത്തതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം.
പഴംപൊരിയുടെ ഒരു സൈഡ് മൂത്ത് നല്ല പൊങ്ങി വരാൻ തുടങ്ങിയാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കാനേ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഓയിൽ നന്നായിട്ട് വലിച്ചെടുക്കും. ഇനി മറിച്ചിട്ട് സൈഡ് ഒന്ന് റെഡിയായി കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായ ആവണ അതേ ടൈം കൊണ്ട് തന്നെ നമുക്ക് പഴം പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.